ചുരുക്കം പറഞ്ഞാൽ മഴ പെയ്തു കഴിഞ്ഞാൽ ഈ 3 സർഫസും എന്താണ്? വെള്ളം അബ്സോർബ് ചെയ്യുന്ന ഒന്നാണ്. ഓടിടുന്നതിന് താഴെ വാട്ടർ പ്രൂഫിങ് ചെയ്യണം. ഓട് ഏതായാലും ഇട്ടില്ലേ, ഇനിയിപ്പോൾ വാട്ടർ പ്രൂഫിങ്ങിന്റെ ആവശ്യമുണ്ടോ? അല്ലേ? ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഒരു സർഫസിലായിരിക്കാം നമ്മൾ ഈ ഓടുകൾ ഇടുന്നത് അല്ലെങ്കിൽ ഓടുകൾ ഒട്ടിക്കുന്നത്. ഓട് ഇപ്പൊ ക്ലേ ആണെങ്കിൽ സ്വാഭാവികമായിട്ട് അത് വാട്ടർ അബ്സോർബ് ചെയ്യുന്ന ഒരു സാധനമാണ്. അതിന് താഴെയുള്ള സിമെന്റ് വീണ്ടും വാട്ടർ അബ്സോർബ് ചെയ്യുന്ന ഒരു സാധനം. അത് ഒട്ടിക്കാൻ ഉപയോഗിക്കുന്ന സിമെന്റ് വീണ്ടും അതിന് താഴെ നിങ്ങൾ ഉപയോഗിച്ചിരിക്കുന്ന കോൺക്രീറ്റ് വാട്ടർ അബ്സോർബ് ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പം ചുരുക്കം പറഞ്ഞാൽ മഴ പെയ്തു കഴിഞ്ഞാൽ ഈ 3 സർഫസും എന്താണ്? വെള്ളം അബ്സോർബ് ചെയ്യുന്ന ഒന്നാണ്. ഇവിടെ എവിടെയാണോ നിങ്ങൾക്ക് വെള്ളം കട്ട് ചെയ്യാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ വെള്ളത്തിന്റെ അബ്സോർപ്ഷൻ കട്ട് ചെയ്യാൻ സാധിക്കുന്നത്, അപ്പോൾ മാത്രമാണ് നിങ്ങളുടെ കോൺക്രീറ്റിന്റെ സംരക്ഷണം നിങ്ങൾക്ക് ഉറപ്പാക്കാൻ കഴിയൂ. ലീക്കുകൾ ഉണ്ടാവാതെ, ക്രാക്കുകൾ ഉണ്ടാവാതെ ആ വീടിനൊരു പ്രൊട്ടക്റ്റീവ് കോട്ടിങ് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ കഴിയും. അപ്പൊ ഈ പറയുന്ന വെള്ളത്തിനെ അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന സർഫസുകളുടെ ഇടയിൽ നമ്മൾ എന്ത് ചെയ്യണം? വളരെ കൃത്യമായിട്ടുള്ള, വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിൽ ഇൻക്ലൈൻഡ് സർഫസിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു കോട്ടിംഗ് ഉപയോഗിക്കണം. അങ്ങനെ ഒരു വാട്ടർ പ്രൂഫിംഗ് സിസ്റ്റം അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയൂ? നമ്മൾക്ക് ഈ ഓടിടുന്ന സ്ഥലങ്ങളിൽ നിന്നുണ്ടാകുന്ന ലീക്കേജുകളെ, ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന ലീക്കേജുകളെ തടയാൻ കഴിയും.